ഫിലിപ്പൈൻസിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ട്രോപ്പിക്കൽ ഐലൻഡാണ് കേട്ടോ ബൊറാക്കെ. ട്രിപ്പിൻ്റെ ലാസ്റ്റ് 3 days ഞങ്ങൾ ബൊറാക്കയിലായിരുന്നു. അത് ഞങ്ങൾ താമസിച്ച ഹോട്ടലാട്ടോ. പകൽ ഐലൻഡ് ഹോപ്പിംഗ് ടൂറൊക്കെ കഴിഞ്ഞ് രാത്രി ഞങ്ങൾ ഫ്രഷ് ആയിട്ട് ഇറങ്ങി. നല്ല ഹാപ്പനിങ് ആയിട്ടുള്ളൊരു ബീച്ചും കാര്യങ്ങളൊക്കെ ആട്ടോ. അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പോർക്കാണ് അവിടെ കോമൺ ആയിട്ട് കിട്ടുന്നത്. ചിക്കനും കിട്ടും, പക്ഷെ കുറച്ച് റെയറാണ്. ഞാൻ പോർക്ക് കഴിക്കാറില്ല. കണക്കില്ലാത്ത അത്രയും റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതിൽ തരക്കേടില്ലാത്തൊരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ കയറി. ചിക്കൻ കിട്ടുന്ന റെസ്റ്റോറൻറ്റിൽ. തായ്ലൻഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ നല്ല ടേസ്റ്റിയാണ്. എനിക്ക് തായ്ലൻഡിലെ ഫുഡ് അത്ര ഓക്കെ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ വന്ന ശേഷം ഞങ്ങളുടെ ലൈഫ് സേവർ എന്ന് പറഞ്ഞാൽ ജോളിബി ആയിരുന്നു കേട്ടോ. ദുബായിലും കുറേ കൺട്രീസിലൊക്കെ ഉള്ള KFC പോലത്തെ ഒരു ഫ്രൈഡ് ചിക്കൻ ബ്രാൻഡാണ് ഇത്. ഊബ് എന്നാട്ടോ അവർ പറയണത്. അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഡെസേർട്ടാണ്. മസ്റ്റ് ട്രൈ ആണെന്നാണ് പറയണത്. ക്യൂ ഒക്കെ ആട്ടോ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. നൂൽപ്പെട്ടിൻ്റെ അച്ചിലൊക്കെ ഇങ്ങനെ ഒരു സംഭവം വരണ പോലത്തെ സെറ്റപ്പാണ്. കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഫുൾ പേർപ്പിൾ തീമൊക്കെ ആയിട്ട്. കാച്ചിൽ കിഴങ്ങില്ലേ നമ്മുടെ, അത് വെച്ചാട്ടോ ഉണ്ടാക്കുന്നത്. കാണുന്ന അത്ര യമ്മി ആയിരുന്നില്ല ഗൈസ് ടേസ്റ്റ്. പച്ച നമ്മുടെ അരിപ്പൊടീൻ്റെ മാവില്ലേ, പച്ച ഒട്ടും കുക്ക് ചെയ്യാത്ത, അതിൽ വാനില ഐസ്ക്രീം ഇട്ട് തന്ന പോലെ ഇരുന്നു. പൈസ കുറേ ഉള്ളതുകൊണ്ട് ഞാൻ ആ ഐസ്ക്രീം മാത്രം എങ്ങനെയൊക്കെയോ മിക്സ് ചെയ്ത് കഴിച്ചു. ഇവരൊക്കെ എങ്ങനെയാണോ ഇതൊക്കെ കഴിക്കുന്നത്. സിറ്റി നല്ല ഹാപ്പനിങ് ആയിരുന്നു. നല്ല എല്ലാവരും വൈബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പല ടൈപ്പ് ആൾക്കാർ, പല കൾച്ചർ. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾ ഒരൊറ്റ ഇന്ത്യൻസിനെയും കണ്ടില്ല. അവർക്ക് നമ്മളെ കുറച്ച് ഇവരെവിടെ നിന്നാന്നുള്ളൊരു ലുക്കായിരുന്നു. പക്ഷെ നല്ല വെൽക്കമിങ് ആയിരുന്നു കേട്ടോ. ഇവിടെ ട്രാൻസ്പോർട്ടേഷന് മെയിൻ ഉപയോഗിക്കുന്ന ട്രൈസൈക്കിളാണ്. ഷെയറിങ്ങും ഇൻഡിവിജ്വലൊക്കെ ആയിട്ട് കുറച്ച് എക്കണോമിക്കലായിരുന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ഫാനിനെ ഞാൻ കണ്ടു.